ഹായ്! എല്ലാ 8ാം ക്ലാസ്സുകാർക്കും സ്റ്റഡി ത്രില്ലറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാച്ചി കി കഹാനി എന്ന കഥയാണ്. അറിയാമല്ലോ, ഒരു പട്ടിക്കുട്ടിയുടെ കഥയാണ് ഹാച്ചി കി കഹാനി. ഇത് എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദി. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോകാം. ആദ്യം എഴുതിയിരിക്കുന്ന ഒരു വർഷമാണ് 1921, 1923. 1923 ഹിന്ദി എന്താണ്? 1923 എന്ന് പറയുമ്പോൾ 1923, 23 അപ്പോൾ 1923. 1923 का समय 1923 समय, ആ സമയത്താണ് കഥ നടക്കുന്നത്. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर इवानो को कुत्ते का एक पिल्ला मिलता है. ജപ്പാൻ की राजधानी टोक्यो में, ജപ്പാൻ की രാജധാനി മീൻസ് ക്യാപിറ്റൽ, തലസ്ഥാനം. അപ്പോൾ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ സടക്ക് പർ, റോഡിൽ, ടഹൽത്തെ പ്രൊഫസർ യോനോക്കോ, റോഡിലൂടെ നടക്കുകയായിരുന്ന പ്രൊഫസർ യോനോയ്ക്ക് കുത്തേക്ക ഏക്ക് പിള്ള മിൽത്താ ഹേ, ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു. അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്? ജപ്പാന്റെ ക്യാപിറ്റലായ ടോക്കിയോയിലൂടെ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന് ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു. അഗീത നസ്ലിക്ക ഏക്ക് ശാന്താർ പിള്ള. എങ്ങനെയുള്ള പട്ടിയായിരുന്നു? അഗീത നസ്ലിക്ക. നസ്ൽ എന്ന് പറഞ്ഞാൽ ബ്രീഡ്, ഡോഗിന്റെ ബ്രീഡ് അല്ലേ, അതാണ്. അഗീത എന്ന് പറഞ്ഞാൽ ജപ്പാനിലുള്ള ഒരു തരം ബ്രീഡാണ്. അപ്പോൾ ജപ്പാനിലെ അഗീത നസ്ലിൽപ്പെട്ട ഒരു ശാന്താർ പിള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയായിരുന്നു അത്. ജിസ്കെ ഗലേപ്പർ, അതിൻ്റെ കഴുത്തിൽ പട്ടാ ബന്ധാഹേ, ബെൽറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഉസ്പർ ലിഗാഹെ, എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഹാച്ചി, ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ജപ്പാനി ഭാഷാമയം ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ 8. ജപ്പാൻ ഭാഷയിൽ ഹാച്ചി എന്ന് പറഞ്ഞാൽ 8 എന്നാണ്. 8 എന്ന നമ്പറാണ് ജപ്പാനി ഭാഷയിൽ ഹാച്ചി. വഹാങ്ക്, ആ സംഖ്യ, ഇസെ പൂരാ ജപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി മാൻതാ ഹെ, ജപ്പാൻകാരെല്ലാം വളരെ ലക്കി ആയിട്ട് കാണുന്ന ഒരു നമ്പറാണ് 8, സൗഭാഗ്യശാലി സംഖ്യ. അവർക്ക് വളരെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സംഖ്യയായിട്ടാണ് ജപ്പാൻകാർ 8നെ കാണുന്നത്. അതാണ് ഹാച്ചി. ലേക്കിൻ പിള്ള ഐസി മസ്ബൂർ ഹാലത്ത് മേന്താ കില്ലകെ ഭാഗ്യക മാരാഹെ, പക്ഷെ പട്ടിക്കുഞ്ഞെന്ന് പറയുന്നത് വളരെ മസ്ബൂർ ഹാലത്ത് മേന്ത, വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. കീലകെ, നമുക്ക് തോന്നും ഭാഗ്യക മാരാഹെ, ഭാഗ്യഹീനമാണെന്ന് തോന്നും. ഇപ്പോൾ 8 എന്ന നമ്പർ വളരെ ഭാഗ്യമുള്ളതാണെന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ വളരെ ഭാഗ്യഹീനമായിട്ട് തോന്നും, ഭാഗ്യമില്ലാത്തതായിട്ട് നമുക്ക് തോന്നും. പ്രൊഫസറിനെ തൈക്കിയ, പ്രൊഫസർ തീരുമാനിച്ചു. മൈമിസ് കുത്തേക്ക് മാലിക്കോ കോജുങ്ക, എന്തു ചെയ്യും? ഞാൻ ഈ പട്ടിയുടെ മാലിക്കോ കോജുങ്ക, യജമാനനെ കണ്ടെത്തുന്നു. ജബ് തക് വഹ് നഹി മിലേഗ, അയാളെ കിട്ടിയില്ല എങ്കിൽ യഹ് മേരെ സാഥി രഹേഗ, അവൻ എൻ്റെ കൂടെ തന്നെ താമസിക്കും. ഇപ്പോൾ പ്രൊഫസർ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ പ്രൊഫസർ തീരുമാനിക്കുകയാണ്, എങ്ങനെയെങ്കിലും പട്ടിക്കുട്ടിയുടെ യജമാനെ കണ്ടെത്തണം. എന്ന് വരെ യജമാനെ കിട്ടുന്നില്ലയോ അന്ന് വരെ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ താമസിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഉസെ സാത്ത് ലേക്കർ വഹ് റോസ് ഉസ്കെ മാലിക്കോ കോജിനെ നികൽത്തെ, എല്ലാ ദിവസവും ആ പട്ടിക്കുട്ടിയെയും കൊണ്ട് അദ്ദേഹം അതിൻ്റെ യജമാനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങും. ലേക്കിൻ വഹ് കഹി നഹി മില, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും യജമാനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പട്ടിക്കുട്ടിയുടെ യജമാനെ, പ്രൊഫസറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. റോസ് കെ ഈ സംഘ് സാത്തക്കെ കാരൻ, റോസ് ദിവസേനയുള്ള ഈ സംഘ് സാത്തക്കെ കാരൻ, ഒപ്പം നടക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കാരണം ദോനോമ്മയും ഐസ ലഗാവ് ബൻഗയാക്കി, രണ്ടുപേരും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി. ഹാച്ചി അബ് ഉന്നീഗോ അപ്പന മാലിക് മാന്യലക, ഹാച്ചി അദ്ദേഹത്തെ തന്നെ സ്വന്തം യജമാനായിട്ട് കാണാൻ തുടങ്ങി. സ്ഥിരമായിട്ട് രണ്ടുപേരും പുറത്തു പോകുന്നു, യജമാനെ അന്വേഷിച്ച് രണ്ടുപേരും കൂടി സ്ഥിരമായിട്ട് പുറത്തു പോകുന്നത് കൊണ്ട് ഹാച്ചിക്ക് ആ പ്രൊഫസറിനെ തന്നെ യജമാനായിട്ട് കാണാൻ തുടങ്ങി. പ്രൊഫസർ കി പത്നിക്കോ ശുരൂമേം ഹാച്ചി പസന്ത് നഹി ആയ, പ്രൊഫസർ കി പത്നിക്കോ, പ്രൊഫസറിന്റെ വൈഫിന് ശുരൂമേ, തുടക്കത്തിൽ ഹാച്ചി പസന്ത് നഹി ആയ, ഹാച്ചിയെ ഇഷ്ടപ്പെട്ടില്ല. ലേക്കിൻ പക്ഷേ ഉസ്കി സുന്ദരത, അതിൻ്റെ സൗന്ദര്യവും, ഒരു പ്രൊഫസർക്ക് പ്രതി ഉൻകെ സ്നേഹ്, പ്രൊഫസറിനോടുള്ള അതിൻ്റെ സ്നേഹവും, ഉൻക ദിൽ പിഘലാദിയ, അവരുടെ മനസ്സിനെ അലിയിപ്പിച്ചു, അവർക്ക് മനസ്സിലേക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ആദ്യം ഒന്ന് ഹാച്ചിയെ പ്രൊഫസറിന്റെ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പിന്നീട് ഹാച്ചിയുടെ സൗന്ദര്യവും ഹാച്ചിക്ക് പ്രൊഫസറിനോടുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ പ്രൊഫസറിന്റെ ഭാര്യയ്ക്ക് ഹാച്ചിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. സമയം ബീതാകയ, സമയം കടന്നുപോയി, കുറേ നാൾ കഴിഞ്ഞു. ഉൻ ദോനോങ്കി ദോസ്തി ഗഹരി ഹോത്തി, രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദം വളരെ ആഴത്തിലുള്ളതായി തീർന്നു. പ്രൊഫസർ സുബഹ് ട്രെയിൻ പകഡ്കർ ദഫ്തർ ജാത്തെ और शाम को लौटकर ഹാച്ചി के साथ खेलते, പ്രൊഫസർ സുബഹ് രാവിലെ ട്രെയിൻ പകഡ്കർ, ട്രെയിനിൽ കയറി, ട്രെയിൻ പിടിച്ച് എന്ത് ചെയ്യും? ദഫ്തർ ജാത്തെ, ഓഫീസിലേക്ക് പോകും. ഒരു ശ്യാം കോ, എന്നിട്ട് വൈകുന്നേരം, ലൗഡ്കർ, തിരിച്ചു വന്നിട്ട് ഹാച്ചി കെ സാത്ത്, ഹാച്ചിയോടൊപ്പം കേൾത്തെ, കളിക്കുമായിരുന്നു. ഏക്ക് സുബഹ്, ഒരു ദിവസം രാവിലെ, ഹാച്ചി ഫി പ്രൊഫസർ കെ പീച്ചെ പീച്ചെ ചലത്ത, ഹാച്ചിയും പ്രൊഫസറിന്റെ കൂടെ പിറകെ നടന്ന് സ്റ്റേഷൻ പहुंच गया, സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിനിൽ കയറിയാണ് അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഹാച്ചിയും പിറകെ പോയി. ഉनको बहुत अजीब लगा,
അദ്ദേഹത്തിന് വളരെ വിചിത്രമായിട്ട് തോന്നിയത് പട്ടിക്കുട്ടി കൂടെ വന്നപ്പോൾ. ഉന്നോനെ സമച്ചായ ചാഹ ലേക്കിൻ ഹാച്ചി കർ ലൗട്ട്നേക്ക് റാസി നഹീ ഥ. പട്ടിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് വിടാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ഹാച്ചിക്ക് കർ ലൗട്ട്നേക്കോ റാസി നഹീ ഥ, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സമ്മതമല്ലായിരുന്നു. ആഖിർ അവസാനം പ്രൊഫസർ സ്വയം ഉസെ കർ തക് ചോഡ് കർ ആയെ, അതിനെ വീട്ടിലാക്കിയിട്ട് വന്നു. ദഫ്തർ ദേർ സെ ഗയെ, എന്നിട്ട് ഓഫീസിലേക്ക് പോയി. ലേറ്റായിട്ടാണ് പോയത്. ദേർ സെ, പട്ടിക്കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ ഓഫീസിൽ പോകാൻ ലേറ്റായി പോയി. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा था. ഷാം കോ, വൈകുന്നേരം, കാം സെ ലൗട്ട്നെ കെ ബാദ്, ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ, ജബ് വേ ട്രെയിൻ സെ ഉതർക്കർ, അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ കെ ഫാടക് സെ നികലെ, സ്റ്റേഷന്റെ ഗേറ്റിന് പുറത്തേക്ക് വന്നപ്പോൾ, തോ ദേക്ക, അപ്പോൾ അവിടെ കണ്ടു. എന്ത് കണ്ടു? ബാഹർ സടക്ക് പർ, പുറത്ത് റോഡിൽ, ഹാച്ചി ഉൻക ഇന്തസർ കർ രഹാ ഥാ, ഹാച്ചി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷന്റെ ഗേറ്റിലേക്ക് എത്തിയപ്പോൾ കണ്ടു റോഡിൽ ഹാച്ചി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വഹ് ഉൻകെ സാത്ത് സാത്ത് പൈദൽ കർ ലൗട്ട, എന്നിട്ട് എന്ത് ചെയ്തു? വഹ്, അവൻ, ഉൻകെ സാത്ത്, അദ്ദേഹത്തോടൊപ്പം, പൈദൽ കർ ലൗട്ട, നടന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ട്രെയിനിൽ തിരിച്ചു വന്നപ്പോൾ പട്ടിക്കുട്ടിയെ കണ്ടു. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്ക് വന്നു. ഫിർത്തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയ, അങ്ങനെ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ശീലമായിട്ട് മാറി. എല്ലാ ദിവസവും ഇതിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. രാവിലെ അദ്ദേഹത്തെ ട്രെയിനിൽ കയറ്റി വിടുന്നു. അതുപോലെ വൈകുന്നേരം ട്രെയിനിൽ അയാൾ തിരിച്ചു വരുന്ന സമയമാകുമ്പോൾ ഹാച്ചി അവിടെ നിന്ന് അയാളെ വിളിച്ചുകൊണ്ട് ഒരുമിച്ച് രണ്ടുപേരും കൂടി തിരിച്ചു വരുന്നു. ഹർ സുബഹ് ഹാച്ചി, ഓരോ ദിവസവും രാവിലെ, പ്രൊഫസർ കോ ചോടനെ സ്റ്റേഷനിൽ തക്ക് ജാത്ത, പ്രൊഫസറാണ് പറഞ്ഞു വിടാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകും, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഓർ ഷാം കോ, എന്നിട്ട് വൈകുന്നേരം, ഉൻകെ ആനെ സെ പഹലെ ഹി, അദ്ദേഹം വരുന്നതിന് മുൻപേ തന്നെ സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഉൻക ഇന്തസാർ കർനെ ലഗ, സ്റ്റേഷന്റെ പുറത്തിരുന്നിട്ട് ഉൻക ഇന്തസാർ കർനെ ലഗ, അദ്ദേഹത്തെ കാത്തിരിക്കും. രാവിലെ പ്രൊഫസറിനെ ട്രെയിനിൽ കയറ്റി ഓഫീസിലേക്ക് വിടും. എന്നിട്ട് പ്രൊഫസർ വരുന്നതിന് മുൻപേ തന്നെ അവൻ സ്റ്റേഷനിലെത്തി പ്രൊഫസർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഫിർ, എന്നിട്ട് സാത്ത് സാത്ത്, ഒരുമിച്ച്, കറാത്ത, ഉച്ചലത്തെ പുലത്തെ, രണ്ടുപേരും കൂടി കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് എന്ത് ചെയ്യും? തിരിച്ച് വീട്ടിലേക്ക് പോകും വൈകിട്ട്. ഏക് ഷാം, ഒരു ദിവസം വൈകുന്നേരം, ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ, ഹാച്ചി സ്റ്റേഷന്റെ പുറത്തിരുന്നിട്ട് ഇന്തസാർ കർ രഹാ ഥാ, കാത്തിരിക്കുകയായിരുന്നു. പ്രൊഫസർ വരാനായിട്ട് ഹാച്ചി സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ബഹുത്ത് ദേർ ഹോ ഗയി, ഒരുപാട് താമസിച്ചു. ലേക്കിൻ, പക്ഷേ, പ്രൊഫസർ ലൗട്ട്കർ നഹി ആയേ, പ്രൊഫസർ തിരിച്ചു വന്നില്ല. രാത്ത് ഹോ ഗയി, രാത്രിയായി. ബർഫ് ഗിർനെ ലഗി, മഞ്ഞ് വീഴാൻ തുടങ്ങി. പറഞ്ഞതോ പ്രൊഫസറായെ, പക്ഷേ പ്രൊഫസർ വന്നില്ല. നഹി ഹാച്ചി ഉസ് ജഗഹ് സെ ഹില, അതുപോലെ തന്നെ ഹാച്ചി അവിടെ നിന്ന് അനങ്ങിയതുമില്ല. ഹാച്ചി അവിടെ തന്നെ നിൽക്കുകയാണ്. പ്രൊഫസർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഹാച്ചി അവിടെ തന്നെ നിൽക്കുകയാണ്. പ്രൊഫസർ പക്ഷേ വന്നതുമില്ല. ദറസൽ, സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. ഉസ് ദോപഹർക്കോ, അന്ന് ഉച്ചയ്ക്ക്, ദഫ്തർ മേം, ഓഫീസിൽ വെച്ച്, പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ ഥാ, പ്രൊഫസർ മരിച്ചു. അതുകൊണ്ടാണ് പ്രൊഫസർ വരാഞ്ഞത്. പ്രൊഫസർ ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് മരണപ്പെട്ടു. അബ് ഉന്നെ കഭി നഹി ലൗട്ട്നാ ഥാ, അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരത്തില്ല. ലേക്കിൻ ഹാച്ചിക്കോ യഹ് ബാത്ത് കൈസെ പതാ ചൽ സക്തി ഥി, പക്ഷേ ഇതെങ്ങനെയാണ് ഹാച്ചിക്ക് അറിയാൻ പറ്റുക? ഹാച്ചിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഈ കാര്യം. ഹാച്ചി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. ഉസേ തോ ബസ് ഇത്ര സമച്ചായാക്കി, അവൻ ഇത്ര മാത്രം അറിയാം. ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സെ ഉതർക്കർ ഹർ റോസ് ഉസ്കെ പാസ് ലൗട്ടാതാ ഥാ, ആജ് നഹി ലൗട്ടാ ഹെ. അവൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഉസ്കാ ദോസ്ത്, അവന്റെ സുഹൃത്ത്, ഇസ് ജഗഹ്, ഇതേ സ്ഥലത്ത്, ട്രെയിൻ സെ ഉതർക്കർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങി, ഹർ റോസ്, എല്ലാ ദിവസവും, ഉസ്കെ പാസ് ലൗട്ടാതാ ഥാ, എല്ലാ ദിവസവും ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവന്റെ സുഹൃത്ത് അവന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ്. ആജ് നഹി ലൗട്ടാ ഹെ, ഇന്ന് തിരിച്ചു വന്നില്ല. ഹോ സക്താ ഹെ ദോടി ദേർ ബാദ് ആ ജായേ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. ആ പ്രതീക്ഷയിലാണ് ഹാച്ചി അവിടെ തന്നെ ഇരിക്കുന്നത്. മരിച്ചുപോയ കാര്യമൊന്നും ഹാച്ചിക്ക് അറിയത്തില്ല. ദേർ രാത്ത് പ്രൊഫസർ കെ പരിചൻ ഉസെ ജബ്രൻ കർ ലേ ഗയേ, ഒരുപാട് വൈകിയ ശേഷം രാത്രിയിൽ പ്രൊഫസർ കെ പരിചൻ, പ്രൊഫസറിന്റെ ആൾക്കാർ, പ്രൊഫസറിന്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ വന്നിട്ട്, ഉസെ, അവനെ, ജബ്രൻ, വളരെ ബലമായിട്ട്, കർ ലേ ഗയേ, പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രൊഫസറിന്റെ ആൾക്കാർ വന്നിട്ട് ഹാച്ചിയെ എങ്ങനെയൊക്കെ ഫോഴ്സ്ഫുള്ളി, ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ലേക്കിൻ, പക്ഷേ, അഗലി സുബഹ്, അടുത്ത ദിവസം രാവിലെ, ഹാച്ചി വീണ്ടും ഉസി ജഗ ആക്കർ ബൈഠ് ഗയ, അതേ സ്ഥലത്ത് തന്നെ വന്ന് ഇരുന്നു. പ്രൊഫസറിനെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ വന്നിരുന്നു. ഉസെ വിശ്വാസത, അവന് ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. റോസ് കി തരഹ്, പ്രൊഫസർ എന്നത്തെയും പോലെ സ്റ്റേഷൻ കെ ഉസ് ദർവാസെ സെ നികൽക്കർ ആയെങ്കെ, സ്റ്റേഷനിലെ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ഉസെ പ്യാർ കരേങ്കെ ഓർ ഫിർ വേ ദോനും കേൽത്തെ ടലക്തെ കർ ലൗട്ടേങ്കെ, എന്നിട്ട് അവനോട് സ്നേഹപ്രകടനങ്ങൾ നടത്തും. രണ്ടുപേരും കൂടി കളിച്ച് ചിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നൊക്കെ പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുകയാണ്. എപ്പോഴായാലും പ്രൊഫസർ തിരിച്ചു വരാതിരിക്കില്ല. തിരിച്ചു വന്ന ശേഷം അവനെയും കൊണ്ട് ഒരുമിച്ച് വീട്ടിലേക്ക് പോകും എന്നാണ് ഹാച്ചിയുടെ പ്രതീക്ഷ. വഹ് റോസ് സുബഹ്, അവൻ എല്ലാ ദിവസവും രാവിലെ,
സ്റ്റേഷൻ കെ ബാഹർ സ്റ്റേഷന്റെ പുറത്ത് ഉസി ജഹ് അതേ സ്ഥലത്ത് ബൈഠ് ജാത്ത പോയിരിക്കും. ഓർ ദേർ രാത്ത് എന്നിട്ട് രാത്രി ഒരുപാട് വൈകിയ ശേഷം കർ ലൗട്ടാത്ത വീട്ടിലേക്ക് തിരിച്ചു വരും. കുച്ച് സമയ ബാദ് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രൊഫസർ കി പത്നി പ്രൊഫസറിന്റെ വൈഫ് മക്കാൻ ബേച്ച് ദിയ വീട് വിറ്റു. ഓർ ദൂസരെ ഷഹർ ചലേഗെ എന്നിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോയി, സിറ്റിയിലേക്ക് പോയി. വഹ അപ്നെ സാത്ത് ഹാച്ചി കോഫി ലേത്തി ഗയി തി അവർ അവരുടെ കൂടെ ഹാച്ചിയെയും കൊണ്ടുപോയിരുന്നു. ലേക്കിൻ പക്ഷേ ഹാച്ചി വഹാം സെ ഫാഗായ ഹാച്ചി അവിടെ നിന്ന് ഓടിപ്പോയി. ഓർ സ്റ്റേഷൻ കെ ബാഹർ ടീക്ക് ഉസി ജഗഹ് പർ എന്നിട്ട് സ്റ്റേഷന്റെ പുറത്ത് അതേ സ്ഥലത്ത് തന്നെ ബൈഠ് കർ വന്നിരുന്നിട്ട് ഫിർ സെ ഇന്തസാർ കർനെ ലഗ വീണ്ടും വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രൊഫസറിന്റെ വൈഫ് വീട് വിറ്റിട്ട് സ്ഥലം മാറിപ്പോയപ്പോൾ ഹാച്ചിയെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഹാച്ചി അവിടെ നിന്ന് ഓടി വന്നു, തിരിച്ചു വന്നിട്ട് സ്റ്റേഷന്റെ അടുത്ത് വന്നിട്ട് പ്രൊഫസറിനെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. സ്റ്റേഷന്റെ ആസ്പാസ് ലോഗ് സ്റ്റേഷന്റെ പരിസരത്തുള്ള ആൾക്കാർ അവർക്ക് എല്ലാവർക്കും ഹാച്ചി നല്ല പരിചയമാണ്, എല്ലാ ദിവസവും വന്നിരിക്കുന്നുണ്ട്, അവർക്കെല്ലാം ഹാച്ചി അറിയാം. ഉസേ പഹ്ചാൻതേ അവനെ തിരിച്ചറിഞ്ഞു, എല്ലാവരും ഹാച്ചിയെ തിരിച്ചറിഞ്ഞു. വേ ലോഗ് ആ ആൾക്കാർ ഹാച്ചിക്ക് കാന കിലാദേത്തെ ഹാച്ചിയെ ഫുഡ് കഴിപ്പിക്കുമായിരുന്നു, ഫുഡ് കൊടുക്കുമായിരുന്നു ഹാച്ചിക്ക്. ദിൻ ഫർ സ്റ്റേഷൻ കോ ദേഖ്താ രഹത എപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു, സ്റ്റേഷനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രൊഫസർ വരുന്നത് നോക്കി അവനോട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ട്രെയിൻ ആത്തി ഉജക്കർ അപ്പനെ പ്രൊഫസർക്ക് കോച്ച് കർത്ത ട്രെയിൻ വരുമ്പോഴൊക്കെ അവൻ ഓടിച്ചാടി ചെന്നിട്ട് പ്രൊഫസറിനെ അന്വേഷിക്കുമായിരുന്നു. രാത്രി ഹോത്തി സിർ ചുഗാക്കർ വഹിയാട് മേ സോനെ ചലാ ജാത്ത രാത്രിയാകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും, സിർ ചുഗാക്കർ തല കുനിച്ച് വഹിയാട് മേ ആ യാർഡിൽ കിടന്ന് സോനെ ചലാ ജാത്ത ഉറങ്ങുമായിരുന്നു. 1 സാൽ 1 വർഷം, 2 സാൽ 2 വർഷം, 3 സാൽ 3 വർഷം, पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा. पूरे 9 साल 9 വർഷവും 9 മഹീനെ 9 മാസവും ഹാച്ചി എന്ത് ചെയ്തു, ടീക്ക് ഉസി ജഹ് ബൈട്ട് കൃത്യം അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് अपने प्रोफेसर അവന്റെ പ്രൊഫസറിനെ इंतजार करता रहा കാത്തിരിക്കുമായിരുന്നു. ഇസേ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ में बिठाकर विदा किया. ഒരു ദിവസം ട്രെയിനിലിരുന്ന് യാത്ര പറഞ്ഞിട്ട് പോയ ആ ഫ്രണ്ടിനെ തിരിച്ച് ഇതുവരെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ഹാച്ചി 9 വർഷവും 9 മാസവും അവിടെ തന്നെ ഇരുന്നു. ലേക്കിൻ പക്ഷേ ജോ ഫിർ കഫി ലൗട്ട്കർ നഹി ആയ പക്ഷെ ഒരിക്കലും അദ്ദേഹം തിരിച്ചു വന്നില്ല. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പട. സർദി തണുപ്പ് കാലം, ഗർമി ചൂടുകാലം, ബർസാത്ത് മഴ, ബർഫ് മഞ്ഞ്, ഇതൊന്നും ഹാച്ചിക്ക് ഇതൊന്നും കോയി ഫർക്ക് നഹി പെടുത്തി, ഇതൊന്നും തമ്മിൽ ഒരു വ്യത്യാസം തോന്നിയില്ല. ഇതൊന്നും അവൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥകൾ മാറി വരുന്നത് പോലും ഹാച്ചിയെ ബാധിച്ചില്ല. ബീച്ച് കഫി കിസി ബർസ് ഇതിനിടയിൽ ഏതോ ഒരു വർഷം പ്രൊഫസർ കി പത്നി പ്രൊഫസറിന്റെ വൈഫ് അപ്പനെ പതി കി ഖബർ പർ ഭർത്താവിന്റെ ഖബറിൽ ശവകുടീരത്തിൽ ഫൂൽ ചടാനെ ആ ജാത്തി പൂക്കൾ സമർപ്പിക്കുന്നതിനായിട്ട് വന്നു. പ്രൊഫസറിന്റെ വൈഫ് ഒരു ദിവസം പ്രൊഫസറിന്റെ ശവകുടീരത്തിൽ പൂക്കൾ സമർപ്പിക്കാനായിട്ട് വന്നിരുന്നു. തബ് ഹാച്ചിക്ക് സാത്ത് സടക്ക് പർ ബൈഠ്കർ രോത്തി രഹത്തി അന്ന് അവര് ഹാച്ചിയോടൊപ്പം ഹാച്ചിക്ക് സാത്ത് സടക്ക് പർ ബൈഠ്കർ റോഡിൽ ഇരുന്നിട്ട് രോത്തി രഹത്തി കരഞ്ഞിരുന്നു. और शायद उस മൂഗ് ജാൻവർ കെ പ്രേം സമർപ്പൺ പ്രതീക്ഷ പർ അചർജ് കർത്തി എന്നിട്ട് ഈ പട്ടിയുടെ അതായത് മൂഗ് ജാൻവർ മീൻസ് മിണ്ടാപ്രാണിയുടെ സൈലന്റ് ആയിട്ടുള്ള ആനിമൽ, അതാണ് മൂഗ് ജാൻവർ. മിണ്ടാപ്രാണിയുടെ സ്നേഹവും അതിന്റെ സമർപ്പണവും പ്രതീക്ഷയും ഒക്കെ കണ്ടിട്ട് അവർക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. സമയക്കെ സാത്ത് ഹാച്ചി ബൂട്ടാ ഹോ ഗയ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാച്ചി എന്ത് പറ്റി, ഹാച്ചിക്ക് വയസ്സായി. ലേക്കിൻ പക്ഷേ ഉസ്നെ ഇന്തസാർ കർണ നഹി ചോട പക്ഷെ അവന്റെ കാത്തിരിപ്പ് അവൻ അവസാനിപ്പിച്ചില്ല. അവൻ ഇപ്പോഴും പ്രൊഫസർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രൊഫസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. 1935 ഉസി ജഹ് ബൈട്ടെ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നിരുന്ന ഉസ്നെ ദം തോടുതിയ അവൻ മരിച്ചുപോയി. ദം തോടുതിയ മീൻസ് മരിച്ചു. 1935 ഹാച്ചി മരണപ്പെട്ടു, അതേ സ്ഥലത്തിരുന്ന് തന്നെ മരണപ്പെട്ടു. ഉസ് സമയ ബർഫ് ഗിർ രഹി തി ആ സമയം മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക് കുലി ആങ്കോങ്കോ ജൈസെ അബ്ഫി ഇല്ലസർത്ത് അപ്പോൾ മരേ ഹുയെ ഹാച്ചിക്ക് കുലി ആങ്കോങ്കോ മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ തുറന്ന കണ്ണ് തുറന്നാണ് മരിച്ചു കിടന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും എന്തുണ്ടായിരുന്നു, ഇന്ദസാർദ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. പ്രൊഫസർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലുള്ള ആ ഒരു കാത്തിരിപ്പ് ഇപ്പോഴും അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ ആ പ്രതീക്ഷ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇത്രയുമാണ് കഥ. ഇതൊരു സംഭവ കഥയാണ്, ജപ്പാനിൽ നടന്ന കഥയാണ്. ജപ്പാനിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കഥ നടന്നിട്ടുണ്ട്. ഇതിന്റെ പ്രതിമയും അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഹാച്ചിക്ക് പ്രതിമ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ സ്റ്റേഷന്റെ പുറത്ത് ഹാച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹാച്ചി എന്ന പട്ടിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്രതിമ, ജപ്പാനിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാച്ചിക്ക് കഹാനി എന്നുള്ള കഥ. മീനിങ്സ് ഒക്കെ നന്നായിട്ട് നോക്കി വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.